നമസ്കാരം. ഗുഡ് ഈവനിംഗ് അമേരിക്ക. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഒരിടത്ത് സമാധാന നീക്കങ്ങൾ, മറുവശത്ത് ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തും കടലിടുക്ക് അടച്ചുപൂട്ടിയും ആക്രമണം പൊടിപൊടിക്കുന്നു. അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ചൽ, ഡോക്ടർമാർ ഓപ്പറേഷൻ ഡോക്ടർമാർ. അങ്ങനെ സിനിമയിലെ അംബുജാക്ഷൻ ഡയലോഗിനെ അന്വർത്ഥമാക്കും പോലെ പശ്ചിമേഷ്യയിലെ സീനുകളങ്ങ് മാറി മാറി കാണുകയാണ് ലോകം. അപ്പോൾ ദാ വരുന്നു മറ്റൊന്ന്. ഇറാൻ ഇപ്പോൾ അല്പം ക്യൂട്ടാണ്. ക്യൂട്ടൊക്കെ മാറി ജെൻസികൾ പൂക്കി എന്നൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത് അറിയാത്തത് കൊണ്ടോ എന്തോ ട്രംപ് ഇറാനെ ട്രോൾ ചെയ്ത ഈ മട്ടിലാണ്. ഹോർമൂസിൽ ഇറാൻ വാരി വിതറുന്ന ക്യൂട്ട്നെസ് ഞങ്ങൾ അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു മുന്നറിയിപ്പും. പിന്നെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വെടിവയ്പ്. അതിൽ 2 ഇന്ത്യൻ കപ്പലുകൾ. 24 മണിക്കൂറിൽ തുറക്കുമെന്ന് ഇറാൻ പറഞ്ഞ ഹോർമൂസ് അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് അടച്ചപ്പോൾ സമാധാന പ്രതീക്ഷകളും അസ്ഥാനത്താവുകയാണ്. ആഗോള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ ആരും അറിയാതെ പോകുന്ന ചിലരുണ്ട്. സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇറാനിയൻ ജനത. മണിക്കൂറുകൾക്കകം ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുമെന്ന് ട്രംപ്. ഇനി ഇറാനോട് മര്യാദയ്ക്ക് പെരുമാറില്ലെന്നും ട്രൂത്തിലുണ്ട്. വെടിനിർത്തലിൽ ധാരണയായില്ലെങ്കിൽ ഇറാന്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ആക്രമിക്കുമെന്നും ട്രംപ് വക മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ചർച്ചയ്ക്കായി പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും US നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കേ ഇല്ലെന്നും ഇറാൻ. കഥ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുമോ? ഇനി എന്ത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. അടഞ്ഞും തുറന്നു. ഇന്നത്തെ എന്റെ അതിഥികൾ: സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ നിരീക്ഷകൻ ജിനേഷ് തമ്പി, സോഷ്യൽ ആക്ടിവിസ്റ്റ് UN നസീർ. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ രാഹുൽ ഈശ്വറിലേക്കാണ്. രാഹുൽ, നമുക്കറിയാം ഈ ഹോർമൂസ് കടലിടുക്ക് പശ്ചിമേഷ്യയിൽ ഏതൊരു സംഘർഷം വന്നാലും അതൊരു തുറുപ്പുചീട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊരു തുറുപ്പുചീട്ടാക്കുമ്പോൾ അത് വെച്ച് ഇറാൻ കളിക്കുമ്പോൾ അവിടെ അമേരിക്കൻ നാവികസേന ഉപരോധം തീർക്കുമ്പോൾ ഇതൊരു മിലിറ്ററി വാർഫെയറിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണോ നാം കരുതേണ്ടത്? ക്രിസ്റ്റീന, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇതൊരു അസിമെട്രിക് വാർഫെയർ ആണ് എന്ന് പറയാം. അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ തന്നെ വലതുപക്ഷ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ടക്കർ കാൾസൺ സൂചിപ്പിക്കുന്നത് പോലെ ഇത് അമേരിക്കയുടെ യുദ്ധമല്ല. വർഷങ്ങളായി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സ്പർദ്ധയും അവർ തമ്മിലുള്ള യുദ്ധവും, ഇസ്രായേൽ യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങി വെച്ച് അല്ലെങ്കിൽ യുദ്ധത്തിന് മേൽക്കൈ എടുത്ത് അമേരിക്കയിൽ ചെന്ന് ചേർന്നതാണ്. അതിന്റെ കൂടെ ട്രംപിന്റെ ഈഗോയും ട്രംപിന്റെ ഇറാറ്റിക് ബിഹേവിയറും എല്ലാം കൂടെ ആകുമ്പോൾ ഏറ്റവും വിഷമകരമായ സിറ്റുവേഷനിലേക്കാണ് ലോകം എത്തിയിരിക്കുന്നത്. കാര്യം അമേരിക്ക ഒരു റെസ്പോൺസിബിൾ സൂപ്പർ പവർ ആണ് എന്നുള്ള വിശ്വാസമാണ് ലോകത്തിന് പലപ്പോഴും ഉണ്ടായിരുന്നത്. വിയറ്റ്നാം അടക്കം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും, അഫ്ഗാനിസ്ഥാനും ഇറാഖും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഇറാറ്റിക്കായി അമേരിക്ക ആസ് എ നേഷൻ ട്രംപ് കാരണമാണ് ബിഹേവ് ചെയ്യുന്നത് സംശയമില്ല. ഇറാന്റെ സിവിലൈസേഷനെ പോലും ഇല്ലാതാക്കും എന്നൊക്കെയുള്ള ത്രെറ്റുകൾ അടക്കം പോപ്പ് അടക്കം കണ്ടം ചെയ്ത, UN അടക്കം കണ്ടം ചെയ്ത കാര്യങ്ങൾ. അപ്പം ഇനി എങ്ങനെ ഇത് മുമ്പോട്ട് പോകും? ഇതിലൊരു ഓണറബിൾ എക്സിറ്റ് എന്താണ്? ഒരു എക്സിറ്റ് പ്ലാൻ എന്താണ്? വെനിസ്വേലയിലെ പോലെ 2 ദിവസത്തിനുള്ളിൽ ഇത് തീരുമെന്ന തെറ്റിദ്ധാരണ ട്രംപിനുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ചില കണക്കുകൾ സൂചിപ്പിക്കുന്ന പോലെ ഒരു ദിവസം $1 ബില്യൺ അതിനു മേളിലോ ചെലവാകുന്ന രീതിയിൽ അമേരിക്കൻ എക്കോണമിയെ അടക്കം ബാധിക്കുന്ന രീതിയിൽ ഈ യുദ്ധം മാറി. യുദ്ധങ്ങൾ ഇല്ലാന്നും അല്ലെങ്കിൽ ഈ ഫോറവർ വാർസ് വേണ്ടെന്നും പറഞ്ഞ് ഭരണത്തിലേറിയ ട്രംപും അതേപോലൊരു ഫോറവർ വാറിലേക്ക് എത്തി എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. പക്ഷേ ഇറാന് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് അടക്കമുള്ള ഒരുപാട് ചോക്ക് പോയിന്റ്സോ ലെവറേജബിൾ പോയിന്റ്സോ ഉണ്ട്. 2, ഇറാൻ ഒരു അണ്ടർ ഡോഗിന്റെ ആസ്പെക്ട് ലോകമെല്ലാം കൊടുക്കുന്നുണ്ട്. ഇറാൻ പോരാടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, കാര്യം എത്രയോ ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ പൂർണ്ണമായും തീർന്നു പോകും എന്ന ചിന്തയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി എങ്ങനെങ്കിലും ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയണം. നമ്മളോട് പല കാര്യങ്ങളിലും ശത്രുതയുണ്ടെങ്കിലും പാകിസ്ഥാൻ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് റോൾ ഇതിൽ വഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകസമാധാനത്തിന് വേണ്ടി അങ്ങനെ പാകിസ്ഥാൻ ചെയ്ത ഒരു പോസിറ്റീവ് കാര്യത്തെ ശ്ലാഘിക്കാതെ വയ്യ. പക്ഷെ എങ്ങനെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ ഹോട്ട് ഹെഡഡ് ആയിട്ടുള്ള, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ടഗ് ഓഫ് വാർ അല്ല, എ പീസ്ഫുൾ സൊല്യൂഷൻ. പോപ്പ് പറഞ്ഞതുപോലെ ദൈവം യുദ്ധക്കൊതിയന്മാരുടെ പ്രാർത്ഥനകൾ കേൾക്കില്ല. ക്രൈസ്റ്റ് കിങ് ഓഫ് പീസ് ആണ്. ആ സമാധാനത്തിന്റെ പാത കേട്ടുകൊണ്ട് അതിലൊരു പുതിയ അക്കോർഡ്, ഒരു ജീസസ് അക്കോർഡ്സ് പോലെയോ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അത് മാത്രമാണ് സൊല്യൂഷൻ. ഇല്ലെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങിയാൽ ലോകം കൂടുതൽ അപകടത്തിലേക്ക് പോകും.
ശരി. താങ്ക് യു രാഹുൽ. രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു അമേരിക്ക. എന്തൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നിട്ടും ഒരു സൂപ്പർ പോലീസ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി പല കാര്യങ്ങളിലും അമേരിക്ക പലതും ഓൺ ചെയ്യാൻ കാണിച്ച ഒരു വില്ലിങ്നെസ് അതൊക്കെ ഇപ്പോൾ കുറയുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ ട്രംപിന്റെ ഒരു ഡ്യുവൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഒരു സൈഡിൽ പീസ് ടോക്സിന് വേണ്ടിയിട്ട് പറയുന്നു, മറു സൈഡിൽ ആക്രമണത്തിനായി ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡ്യുവൽ സ്ട്രാറ്റജി അത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്? ഒരു ഡിപ്ലോമസി അവിടെ ഫെയിൽ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ലേ? ക്രിസ്റ്റീന, ഉറപ്പായിട്ടും ഇത് ഡബിൾ ടോക്സ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ്. കാരണം 2016 ട്രംപ് ഇലക്ടറൽ അറേനയിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രൈമറി ടസിലില് ജെഫ് ബുഷിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് ബുഷ് സീനിയർ ഇറാഖിൽ നടത്തിയ ആക്രമണത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു. അതായത് ഹി വാസ് കോൺസ്റ്റന്റ്ലി ആഫ്റ്റർ ജെഫ് ബുഷ്. മിഡിൽ ഈസ്റ്റിലുള്ള വാർ നടക്കരുതായിരുന്നു, അത് ബുഷിന്റെ മിസ്റ്റേക്ക് ആണ്, അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ട്രംപിന്റെ ഒരു രംഗപ്രവേശനം. ഇപ്പൊ കഴിഞ്ഞ ടൈമിൽ ബൈഡനെതിരെയും ഇല്ലെങ്കിൽ പല നേതാക്കൾക്കെതിരെയും അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഡിസ്കഷൻസ് വേണം, വാർ ഈസ് എ ഫെയിലിയർ എന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ആ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേമില് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് റൊണാൾഡ് റേഗന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. അമേരിക്ക ഈസ് ലൈക്ക് എ ഷൈനിങ് സിറ്റി ഓൺ എ ഹിൽ. അതായത് ഇപ്പൊ ക്രിസ്റ്റീനയൊക്കെ ന്യൂയോർക്കിൽ വന്നിട്ടുള്ളതാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അത് ഫ്രീഡത്തിന്റെ, അത് ഓപ്പൺനെസിന്റെ ഒക്കെ സിമ്പിളാണ്. അമേരിക്ക സ്റ്റാൻഡ്സ് ഫോർ ഇൻക്ലൂസീവ്നെസ്, ഫ്രീഡം ഓഫ് ലിബർട്ടി, എക്സ്പ്രഷൻ എല്ലാമാണ്. ഇതൊരു ഇന്റർവെൻഷനിസ്റ്റ് പോളിസീസ്, അതായത് മറ്റു രാജ്യങ്ങളിൽ ആക്രമിച്ചു കിടക്കുന്ന ആ ഒരു രീതി, അതിനെതിരെയായിട്ടായിരുന്നു ട്രംപ് സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തലോടലും തല്ലലുമായിട്ടുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറി പറഞ്ഞെന്നുള്ളത് വളരെ സർപ്രൈസിംഗ് ആണ്. ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും വെനിസ്വേലൻ പ്രസിഡന്റിനെ അകത്താക്കിയ പോലെ പെട്ടെന്ന് ഇറാനിൽ ചെന്നിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന്. അതങ്ങനെ നടക്കില്ല. കാരണം ഇറാൻ എന്ന് വെച്ചാൽ ആക്ച്വലി ട്രംപ് ഷുഡ് ഹാവ് ലേൺഡ് എ ലെസൺ ഫ്രം അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ സംഭവിച്ചതിൽ നിന്ന് ഒരു വലിയൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ ആയിരിക്കേണ്ടതായിരുന്നു ഇവിടെ ഇറാനിലും. കാരണം ഇറാൻ കനോട്ട് ബി കമ്പയർഡ് വിത്ത് വെനിസ്വേല. ഇത് വെനിസ്വേല മാത്രമല്ലല്ലോ, ഗ്രീൻലൻഡ് വേണം, വെനിസ്വേലയിലെ ഓയിൽ വേണം, ഇനിയിപ്പോ ക്യൂബയിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ ഈ സംഭവ ബഹുലമായിട്ടുള്ള ഒരു സെക്കൻഡ് ടേമാണ് ട്രംപിന്റെ ഇതുവരെ. ആദ്യം തുടക്കത്തിൽ ടാരിഫ് വാർ ആയിരുന്നു. അത് ഇറ്റ് ലുക്സ് ലൈക്ക് ഹീസ് മേക്കിംഗ് എ ഡീൽ. അതായത് ഒരു ബിസിനസ്മാൻ ആയ ഒരു ട്രംപ് ഒരു ഡീൽ മേക്കിംഗ് സ്ട്രാറ്റജി, അതായത് 10 അടി മുമ്പോട്ട് വെക്കും, 2 അടി പുറകോട്ട് വെക്കും, എനിക്ക് 5 കിട്ടണം, അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു, ഒരു ബിസിനസ് ഡീല്. പക്ഷെ ഇപ്പോ ഇത് നിസ്സാര കളി അല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഫെബ്രുവരി 28 തുടങ്ങിയ ഈ വാറ് നമ്മൾ 8ാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ചുരുങ്ങിയത് 3000 പേര് ഇറാനിൽ മരിച്ചു കഴിഞ്ഞു. അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം 38 ട്രില്യൺ നാഷണൽ ഡെപ്ത് ഉള്ള അമേരിക്കയിൽ ഇതിനോടകം ഒരു ദിവസം ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ 1 ബില്യൺ എന്നുള്ള കണക്കിലാണ് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യുവ നിരയിലെ സപ്പോർട്ടേഴ്സ്, യങ് സപ്പോർട്ടേഴ്സ് ട്രംപിനെതിരെ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഈ ഇറാനിലെ ഇന്റർവെൻഷൻ എന്നുള്ളത് പകലുപോലെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനൊരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സപ്പോർട്ടറോ ഒന്നുമല്ല. പക്ഷെ ഒബാമയുടെ സമയത്ത് എടുത്ത ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ട്രീറ്റിയില് ഒബാമ അന്ന് സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായിരുന്ന 5 മെമ്പേഴ്സിനെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഏകദേശം 2 വർഷത്തോളം അതിന്റെ നൂലാമാലകൾ കീറി പരിശോധിച്ചാണ് അങ്ങനെ ഒരു ട്രീറ്റ് ഉണ്ടാക്കിയത്. ഇറാനെ എങ്ങനെ നമ്മൾ ഒരു ന്യൂക്ലിയർ പവറായിട്ട് വളരാനായിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. ഇറ്റ് വാസ് എ വെരി മെത്തോഡിക്കൽ, കാൽക്കുലേറ്റഡ്, ടൈം കൺസ്യൂമിങ് എക്സസൈസ്. അത് ലോകത്തിന്റെ പ്രബലമായിട്ടുള്ള ശക്തികളുടെ ഒക്കെ ഒരു സപ്പോർട്ട് ആ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ട്രംപിന്റെ ഏകദേശം ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ സപ്പോർട്ട് വളരെ ഡ്യൂബിയസ് ആണ്, ഡിബേറ്റബിൾ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് എ ഫൂളിഷ് ഐഡിയ, ദിസ് ഈസ് എ സ്റ്റുപ്പിഡ് വാർ. അതുപോലെ തന്നെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മൈക്ക് കാർണി അദ്ദേഹം പറഞ്ഞത് ട്രംപിന് സപ്പോർട്ട് ഉണ്ട്, വി ആർ വിത്ത് ട്രംപ്, പക്ഷേ സിവിലിയൻ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ആ സമയത്താണ് ട്രംപ് ഒരു വശത്ത് നിന്ന് പറയുന്നത് വി വിൽ സ്റ്റോൺ ഇറാൻ ടു സ്റ്റോൺ ഏജസ്, ബോംബ് ഇറാൻ ടു സ്റ്റോൺ ഏജസ്. അതുപോലെ തന്നെ വി വിൽ ഇറാഡിക്കേറ്റ് ദ സിവിലൈസേഷൻ ഓഫ് ഇറാൻ. ഇതൊക്കെ ഒരു എന്താ പറയണത്, വളരെ കടന്നു കൈയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു ലീഡറെ പറയാൻ പാടില്ലാത്തതാണ്. ബിക്കോസ് ഇറാനിയൻ സിവിലൈസേഷൻ ഒന്നും അങ്ങനെ
സ്റ്റോൺ ടു ബോംബൊന്നും ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ല. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഈസ് മിസ്കാൽക്കുലേറ്റിംഗ് ഇൻ ദ സെൻസ് ഇപ്പോ റഷ്യ യുക്രൈൻ വാർ 4 വർഷത്തേക്കുള്ളായിട്ട് പെട്ടെന്ന് തീരുന്ന ലക്ഷണമൊന്നുമില്ല. കാരണം ട്രഡീഷണൽ വാർഫെയറിൽ നിന്ന് അമേരിക്ക മിക്കവാറും ഇപ്പോൾ ഒരു മേൽക്കോയ്മ അമേരിക്കയ്ക്ക് കിട്ടുന്നത് എയർഫെയറിൽ നിന്നാണ്, ആകാശത്തു നിന്നുള്ള വാർഫെയറിൽ നിന്നാണ്. പക്ഷെ ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് അത് വരുമ്പോൾ കാര്യങ്ങൾ മാറും. അത് കാരണം ഇറാനിലെ ടെറിട്ടറി അമേരിക്കൻ സോൾജേഴ്സിന് എത്രത്തോളം they don't deal to it on a day-to-day basis. അവിടെ പർവ്വത നിരക്കുകളുണ്ട്. ഏതാണ്ട് ഇറാഖിനേക്കാൾ 4 ഗുണ ഭൂപ്രദേശ വിട്ടുള്ള രാജ്യമാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഒരു ഗറില്ല വാർഫെയർ അവിടെ നടക്കത്തുള്ളൂ. ഇപ്പൊ ഇന്നലെ ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് റഷ്യ ഓൾറെഡി വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു ഇറാന്, അമേരിക്കൻ ട്രൂപ്സ് ആർ മൂവിങ് അലോങ് ദ ബോർഡർ എന്നുള്ളത്. അതൊക്കെ വളരെ മീൻസ് ഇറ്റ്സ് ഡിസാസ്റ്റർ സൈൻ ആണ്. അത് മാത്രമല്ല, ഇപ്പൊ കമേനിയെ കൊന്നതിന് ശേഷം ഇപ്പോ അവിടുത്തെ ഫാർസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി ഉണ്ട് ഇറാനില്. അവര് ഹാർട്ട് ലൈനറാണ്. അവര് ഇറാനിയൻ റെവല്യൂഷണറി ഗ്രൂപ്പായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ഈ മോഡറേറ്റ്സിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നും ഒരു വാദമുണ്ട്. അപ്പോൾ ഇറ്റ് കുഡ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. ഇതൊക്കെ വളരെ നമ്മൾ ഇറാനിൽ കണ്ടാണ്. ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ടു എ മെസ്. അതുപോലെ ഗോഡ് ഫോർബിഡ് ഇറ്റ് വോണ്ട് ഹാപ്പൻ ലൈക്ക് ദാറ്റ് ഇൻ ഇറാൻ. കാരണം ഈ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ്. അത് കൈവിട്ടു പോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഒരു സിൽവർ ലൈനിങ്, അമേരിക്കയിലെ മിഡ് ടേം ഇലക്ഷൻസ് 7 മാസം അകലെയാണ്. ആൻഡ് ബൈ ആൻഡ് ലാർജ് അമേരിക്കൻ പീപ്പിൾ ഈ യുദ്ധത്തിന്റെ അടുത്ത് പോസിറ്റീവ് റെസ്പോൺസ് അല്ല. ഈവൻ ദോ ട്രംപ് അപ്രൂവൽ റേറ്റിംഗ് ഹാസൻ കം ഡൗൺ ഡ്രാസ്റ്റിക്കലി. പക്ഷെ ഹി ഈസ് നോട്ട് ഇൻ എ കംഫർട്ടബിൾ സ്പോട്ട്. ശ്രീ യു എ നസീർ, നമ്മൾ കൂലങ്കഷമായി ഈ ഒരു സംഘർഷത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ പറയുന്നുണ്ട്, സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഇമ്പാക്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും വിട്ടുപോകുന്ന ഇറാനിയൻ ജനതയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്, ജീവിക്കാനും അവരുടെ പ്രോപ്പർട്ടീസ് സംരക്ഷിക്കാനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താകും അവരുടെ ഒരു ഭാവി? ഇങ്ങനെ ഡിപ്ലോമസി ഫെയിൽ ചെയ്യുന്നു എന്ന് ലോകത്തിന് തോന്നുമ്പോൾ ഇറാന്റെ ഒരു ഭാവി എന്താവും? ഇറാനിയൻ ജനതയുടെ ഇവിടെ ഇൻട്രഡക്ഷനിൽ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരിടത്ത് പാല് കാച്ചലും ഒരിടത്ത് കല്യാണം എന്നുള്ള നിലക്ക് തമാശയായിട്ട് ഇപ്പൊ പശ്ചിമേഷ്യൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ടോം ആൻഡ് ജെറി പോലെ ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഈ യുദ്ധം എന്നും കരുതികളല്ലേ. നമ്മൾ തന്നെ ഇപ്പൊ ക്രിസ്റ്റീനയുടെ എത്ര ചർച്ച ചെയ്ത് നമ്മളെല്ലാം യുദ്ധത്തിനെതിരെയും നിരപരാധികളെ കൊല്ലുന്നതിനെതിരെയും എത്ര പ്രാവശ്യം നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഡെമോക്രാറ്റും അല്ല റിപ്പബ്ലിക്കനും അല്ല. പക്ഷേ ഈ ട്രംപിന്റെ കൂടെ വന്നപ്പോൾ യുദ്ധം എല്ലാം നിർത്തും എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടെ 2-3 ഡിസ്കഷനിൽ ട്രംപിനെ അനുകൂലിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബേസിക്കലി ഒരു ഡീലിന്റെ ആളാണ്, ബിസിനസ്സുകാരനാണ്. അതോടെ യുദ്ധം എല്ലാം നിർത്തും, ബിസിനസ് പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ തവണയും പിന്നെ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം പോയിട്ട് സൗദി അറേബ്യയിലും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം പോയിട്ട് ബിസിനസ്സിലുള്ള ഡീലുകൾ ഉണ്ടാക്കാനാണ് നോക്കിയത്. ഇപ്രാവശ്യം തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇന്ത്യക്കാർ സംഭവിക്കുന്ന എന്റെ നാട്ടുകാർ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ട്രംപാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഒരിക്കൽ നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻകാരെല്ലാം ഇദ്ദേഹത്തെ ട്രംപിന് നോമിനേഷൻ വരെ കൊടുത്തത്. പക്ഷെ ഇപ്പം അതേ ട്രംപ് തന്നെ പാകിസ്ഥാന്റെ പിന്നാലെ നടക്കുകയാണ്. പിന്നെ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തരണം എന്നുള്ള രൂപത്തിൽ. ചുരുക്കി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്റെ പെറ്റമ്മയാണ്, ഇന്ത്യക്കാരൻ എന്നുള്ള എല്ലാ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയട്ടെ, അമേരിക്ക നമ്മുടെ എല്ലാം പോറ്റമ്മയാണ്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രവാസികൾക്ക് ഏറ്റവും നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. അമേരിക്കൻ ജനതയും അമേരിക്കയിലെ ഭരണകൂടങ്ങളും ഇവിടുത്തെ ഭരണഘടനയും എല്ലാം. പക്ഷേ ലോകത്തിന്റെ മുമ്പ് നമ്മുടെ അമേരിക്കയൊക്കെ എപ്പോഴും ഒരു ലോക പോലീസാണ്, മനസാക്ഷി ഇല്ലാത്തവനാണ് എന്നുള്ള ഒരു നോട്ടമായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ 10-25 വർഷമായിട്ട് എന്റെ നാട്ടില് ഒക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അമേരിക്ക അല്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷെ ലോകത്തിന് മുമ്പിൽ അമേരിക്ക എപ്പോഴും ഒരു ലോക പോലീസുകാരനായിട്ടും പല അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവരായിട്ടും ചിത്രീകരിക്കാനും കൂടിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ അമേരിക്കൻ ഭരണഘടനയും അമേരിക്കൻ ജനതയും വളരെ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് മലബാറിലെല്ലാം ഇഷ്ടം പോലെ ഞാനെല്ലാം പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടും പരസ്യമായിട്ടും ലേഖനങ്ങളിൽ കൂടെയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ അമേരിക്ക എപ്പോഴും അനുകൂലിച്ചിരുന്ന
യൂറോപ്യൻ നാടുകളടക്കം അമേരിക്ക ഒറ്റപ്പെട്ടു പോയ ഒരു പ്രതീതിയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായത്. നമുക്കറിയാം ഇവിടെ ഫെബ്രുവരി 27-ാം തീയതി ഈ എത്രയോ കപ്പലുകളാണ്, അതിൽ ഒരു പ്രയാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഹോർമിസ് കടലിടുക്കിൽ. 27-ാം തീയതി നടന്ന ചർച്ചയിൽ ഒമാൻ ഭരണാധികാരികളുടെ അഭിപ്രായ പ്രകാരം ഈ ആണവ സമ്പുഷ്ടീകരണത്തെ കുറിച്ചൊക്കെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് 28-ാം തീയതി പൊടുന്നനെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള നിലക്ക് ആർക്കും ഇപ്പോഴും ഒരു എത്തും പിടി കിട്ടാത്ത രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളുടെ പോക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇറാനിലെ ജനതയെ കുറിച്ചോ ഇറാനിലെ മതത്തിനെ കുറിച്ചോ ഇറാനിലെ അവരുടെ രാഷ്ട്രീയ വീക്ഷണത്തെ കുറിച്ചോ ഒരു നിലക്കും അനുകൂലിക്കാൻ കഴിയാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ വളരെയധികം സംസ്കാര സമ്പുഷ്ടമായിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ ഭാരതത്തോട് ആര്യ സംസ്കാരത്തോട് ബന്ധപ്പെട്ടിട്ട് 10,000 കൊല്ലത്തിലധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇറാൻ എന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നത സൂക്ഷിക്കുന്ന, അഭിമാനം സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും അത് സംശയമില്ല. പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇറാൻ പ്രതികരിച്ചു കൊണ്ടുവന്നപ്പോൾ ലോകം തന്നെ ഞെട്ടിവിറച്ചു പോയി. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ പാല് കാച്ചിന്റെ കാര്യം പറഞ്ഞു. പാല് കാച്ചിന് പോയിട്ട് എന്റെ നാട്ടിലൊക്കെ ഇപ്പോഴത്തന്നെ ബാധിക്കാൻ തുടങ്ങി. ചായ കാച്ചാൻ വരെ ബുദ്ധിമുട്ടായുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു കുറഞ്ഞ ആഴ്ചകൾ കൊണ്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാരതം എൻ്റെ പെറ്റമ്മയാണ്, എൻ്റെ പോറ്റമ്മ അമേരിക്കയാണെങ്കിൽ കൂടി എൻ്റെ നാട്ടുകാരെ ഇന്ത്യ രാജ്യത്ത് ധാരാളം ആളുകൾ മിഡിൽ ഈസ്റ്റിൽ ഉള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഞാനൊരു വേൾഡ് KMCCയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, രാഹുലിച്ചനൊക്കെ അറിയണ്ടായിരിക്കും, GCC കൺട്രീസിലെല്ലാം വളരെയധികം സേവന സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് സേവനങ്ങളും കാര്യങ്ങളും വിദേശ പണവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവാസികളുടെ കയ്യൊപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അവരെല്ലാം കഴിഞ്ഞ ഒരു മാസമായിട്ട് ആകെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. അതേപോലെ ഇവിടെ ഇറാൻ ജനതയെ കുറിച്ച് ചോദിച്ചു. ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഇറാനിലെ ജനതയായാലും ഇസ്രായേലിലെ ജനതയായാലും അതുപോലെ ഗാസയിലെ ജനതയായാലും നിർദോഷികളായിട്ടുള്ള ആളുകളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഇറാൻ എപ്പോഴും സംസ്കാര സമ്പന്നമായിട്ടൊരു രാജ്യം തന്നെയാണ്. ഇറാൻ 1951 അവിടെ നല്ലൊരു തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. 53 ബ്രിട്ടീഷ് പെട്രോളത്തിന്റെ പേരും പറഞ്ഞിട്ട് അവരെ പുറത്താക്കിയിട്ടാണ് ഷാ പഹലവിയെ അവിടെ നടയിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഇറാൻ വിപ്ലവം നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു യുദ്ധം ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അമേരിക്കയിലെ ടാക്സ് പെയർ എന്നുള്ള നിലക്ക് നമ്മുടെ എല്ലാം വെറുതെ, ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ടാക്സ് മണി എല്ലാം വെറുതെ ഇറാനിലെ കടലിടുക്കിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അമേരിക്കൻ ജനതക്കും ലോക ജനതക്കും ഒരു നിലക്കും അത് ഒരു ഗുണപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, അമേരിക്കക്കാരനായിട്ടുള്ള പോപ്പാണ് പറഞ്ഞത്, ഇത് മാനവരാശിക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലല്ല ഭരണാധികാരികളുടെ പോക്ക് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇറാനിലെ IRGC എന്നുള്ള അവരുടെ പട്ടാളം, അവരുടെ കടുംപിടുത്തത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും ഇറാനിലെ ജനങ്ങൾ വളരെ സംസ്കാര സമ്പന്നരും കഴിഞ്ഞ കൊല്ലം അവിടെ സന്ദർശിച്ച എന്റെ സുഹൃത്തടക്കം പറഞ്ഞു, ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു അടിച്ചമർത്തലോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെ സ്ത്രീകളെല്ലാം സിഗരറ്റ് വലിച്ചുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് പാർക്കുകളിൽ നടക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹം കണ്ടത്. അതുപോലെ തന്നെ അവിടെ കുറച്ചുപേര് അവർക്ക് അവകാശത്തിന് വേണ്ടിയിട്ട് സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഈ സ്കൂൾ കുട്ടികളടക്കം കൊല്ലലും ബാക്കിയുള്ള പാലങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇറാൻ ജനത ഒന്നിച്ച് ഭരണകൂടത്തിന് അണിനിരന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ പല മീഡിയകളിലും കണ്ടത്. അതുപോലെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധത്തെ അപലപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ അമേരിക്കയിലെ പല മീഡിയകളും എടുത്തു നോക്കിയാൽ നമുക്കറിയാം ജനങ്ങളുടെ വിലയിരുത്തലും കാര്യങ്ങളും എല്ലാം അതിൽ കൂടെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത യുദ്ധവും കടുംപിടുത്തവും കഴിയുന്ന വേഗം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു പാകിസ്ഥാനാണ് ഇപ്പൊ മുൻകൈ എടുക്കുന്നത്. ഒരു ഇന്ത്യക്കാരിൽ നിന്നുള്ള ആൾക്കാർ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ മുൻകൈയെടുപ്പിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമില്ല. അവർ വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഭീകരതക്കെതിരാണ്, അക്രമത്തിനെതിരാണ് എന്നുള്ള വിശ്വാസക്കാരനല്ല. എന്തായാലും ആര് മുൻകൈ എടുത്താലും സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ശ്രീ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമാബാദ് ഒരു മധ്യസ്ഥ മേശ ഒരുക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമായിട്ട് ലോകം കണ്ടതാണ്. അപ്പോൾ ഇനി ചില മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടാം ഘട്ട ചർച്ച നടക്കും എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കേ ഇല്ല എന്ന് ഇറാൻ പറയുന്നു. എന്തായാലും അമേരിക്കൻ സംഘം ചിലപ്പോൾ ട്രംപ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കാനൊരു സാധ്യതയുണ്ടോ? എത്രത്തോളം പോസിറ്റീവാണ് അതുമായി ബന്ധപ്പെട്ട്? ഇനി ചർച്ച നടന്നാൽ തന്നെ അതിലൊരു പരിഹാരത്തിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? ട്രംപിന്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിന് ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഉണ്ട്. രണ്ട്, ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻസും ഒക്കെ ആയി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യക്ക് മിസ്ഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദിജി കുറെ കൂടെ ടൈമും മണിയും എനർജിയും കൂടി സ്പെൻഡ് ചെയ്ത് ഇന്ന് പാകിസ്ഥാൻ എടുത്ത ആ സ്പേസ് നമ്മളായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലേക്ക് അവർ പോകുന്നതിന് പകരം ഇന്ത്യയിലേക്കോ ന്യൂഡൽഹിയിലേക്കോ ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ലോക തലത്തിൽ നമ്മുടെ സ്റ്റേച്ചർ ഭയങ്കരമായി കൂടുകയായിരുന്നു. പാകിസ്ഥാൻ എത്ര ചെയ്താലും ഒരു പരിധിക്കപ്പുറം അവരുടെ സ്റ്റേച്ചർ കൂടില്ല. ശ്രീ നസീറൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ടെററിസം എസ് എ സ്റ്റേറ്റ് പോളിസി പലപ്പോഴും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും യുഎന്റെ സാങ്ഷൻസ് വന്നിട്ടുണ്ട്. അമേരിക്ക തന്നെ, എന്തിന് ഡൊണാൾഡ് ട്രംപ് തന്നെ പാകിസ്ഥാനെ അസഭ്യം പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പ് പലപ്പോഴും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു മിഡിൽ പാത്തിന്റെ, ഗാന്ധിജിയുടെ രാജ്യമാണ്, അല്ലെങ്കിൽ ബുദ്ധന്റെ മധ്യപാതയുടെ രാജ്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇറാനോട് നല്ല ബന്ധമുള്ള, ഇസ്രായേലിനോട് നല്ല ബന്ധമുള്ള, അമേരിക്കയോട് നല്ല ബന്ധമുള്ള ഇന്ത്യ ആയിരുന്നു ശരിക്കും ആ ഇനീഷ്യേറ്റീവ് സീസ് ചെയ്യേണ്ടിയിരുന്നത്. ഇന്ത്യക്ക് ഈ കാര്യത്തിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ഷൈ ആണ്. ശരിക്കും ഇന്ത്യ ഈ സ്പേസ് നമ്മളെ ഒരു വിശ്വഗുരുവായിട്ടോ വിശ്വബന്ധുവായിട്ടോ, മോദിജി ആദ്യം വിശ്വഗുരു എന്ന പിച്ചാണ് പറഞ്ഞത്, പിന്നീട് അദ്ദേഹം മാറ്റി വിശ്വബന്ധു എന്നാക്കി. വിശ്വബന്ധു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ബന്ധുവാണ്. ആ വിശ്വബന്ധുവായിട്ടുള്ള ഒരു ഗ്ലോബൽ ഫ്രണ്ട് എന്നുള്ള, എല്ലാവരോടും സുഹൃത്തെന്ന നിലയിൽ നമ്മൾ ഈ സ്പേസ് എടുക്കണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക ക്രിസ്റ്റീന, നമ്മുടെ നാട്ടിലേക്കാണ് ഇവർ വരുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കവും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിനിധികളോ, ഇസ്രായേൽ പ്രതിനിധികൾ ഇന്ത്യയിലോട്ട് വരാൻ ഒരുപക്ഷെ അവർക്ക് പോലും കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകുമായിരുന്നു. ഇപ്പം പാകിസ്ഥാനിൽ സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടെന്നൊക്കെ ഇംപ്ലൈ ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ പറയാൻ പോലും കഴിയുമെന്ന്. ഇന്ത്യ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കലി വൈബ്രന്റ് ആണ്. അതൊരു പക്ഷേ മോദിജിയുടെ പേഴ്സണൽ പ്രൊഫൈലിനെയും ഭയങ്കരമായി നയിച്ചേനെ. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയില്ല. അത്തരം ഒരു ഇനീഷ്യേറ്റീവ് വിജയിച്ചാൽ നമ്മുടെ മോദിജിക്കും ഇന്ത്യയിലേക്കും ഒരു സമാധാനത്തിന് നോബൽ വരാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല, UAE സീനിയർ ഡിപ്ലോമാറ്റ്സ് അടക്കം വൺ ഫോൺ കോൾ ഫ്രം മോദി കുഡ് സോൾവ് തിങ്സ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ഏറ്റവും വലിയ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണിത്. അതായത് നമ്മൾ ലോക സമാധാനം വേണം, പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം കൂടെ ഉണ്ടല്ലോ. ഇന്ത്യ എന്ന രാജ്യം അമേരിക്കയെ, ഇസ്രായേലിനെ, ഇറാനെ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോടുള്ള നല്ല ബന്ധം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഈ സമാധാന ചർച്ച കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ റൈസ് കുറെ കൂടെ മുമ്പോട്ട് പോകുമായിരുന്നു. അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ആരെയും കുറ്റം പറയാനല്ല, നമ്മൾ കുറച്ചുകൂടെ ഒരു ഇനീഷ്യേറ്റീവ് സീസ് ചെയ്യണമായിരുന്നു. ഓർമ്മ കാണും, ആദ്യം പാകിസ്ഥാൻ മുമ്പോട്ട് വന്നപ്പോൾ ലോകത്ത് എല്ലാവരും ചിരിച്ചു, അതായത് പാകിസ്ഥാനാണോ ഇത് ചെയ്യാൻ പോണേ. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്റ്റേച്ചർ കൂട്ടാൻ സോഫ്റ്റ് പവർ എന്ന് ശശി തരൂർ പറയുമല്ലോ, ആ സോഫ്റ്റ് പവർ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു. നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യൂ. ഇത് തന്നെ നമുക്ക് റഷ്യയുടെയും യുക്രൈനെയും കാര്യത്തിൽ ചെയ്യാം. കാര്യം ശശി തരൂർ തന്നെ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ച ഗ്യാപ്പിൽ റഷ്യയുടെ പ്രീമിയറായ പുടിനെ കെട്ടിപ്പിടിക്കാനും സെലൻസ്കിയെ കെട്ടിപ്പിടിക്കാനും കഴിയുന്ന ഒരാളാണ് മോദിജി. ഇതേപോലെ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ ഇറാനെയും ഇസ്രായേലിനെയും പോയി കാണാൻ കഴിയുന്ന ഒരാളാണ് മോദിജി. പാലസ്തീനെയും ഇസ്രായേലിനെയും പോയി കാണാൻ കഴിയുന്ന ആളാണ് മോദിജി. മൈ ഗുഡ് ഫ്രണ്ട് ആണ് ട്രംപും മോദിജിയും. അപ്പൊ ശരിക്കും നമ്മൾ എടുക്കേണ്ട ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ശ്രീ ജയശങ്കറിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ഇന്റർനാഷണലും ബാക്ക് ചാനലും ബ്രിക്സ് ഡിപ്ലോമസിയൊക്കെ വന്നെങ്കിലും വേണ്ട രീതി ഷാർപ്പായില്ല. പക്ഷെ ഇനി പോട്ടെ, ലോക സമാധാനത്തിലേക്ക് വന്നാൽ എങ്ങനെങ്കിലും ഈ യുദ്ധം തീരണം. നേരത്തെ ക്രിസ്റ്റീന ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ നമ്മളൊക്കെ ആയത്തുള്ള ഖൊമേനിയുടെ റെസിസ്റ്റൻസ് പറയുമെങ്കിലും അവിടെ കുറെ ജനാധിപത്യ നിഷേധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു മഹ്സീന അംദി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേരെന്ന്. തട്ടത്തിന്റെ വെളിയിലേക്ക് മറ്റേ മുടിയൊക്കെ വന്നതിന്റെ പേരിൽ അവിടുത്തെ മത പോലീസ് വെടിവെച്ച് കൊന്ന, അല്ലെങ്കിൽ ആക്രമിച്ചു കൊന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയാണ് ഇസ്ലാമിക് ഭരണകൂടം അവരുടെ താല്പര്യമാണ്. പക്ഷെ കുറെ കൂടെ ഇപ്പം നമുക്ക് സൗദി കുറെ കൂടെ ഇപ്പൊ എല്ലാരെയും ഇൻക്ലൂസീവ് അല്ലേ, എല്ലാവർക്കും ഫ്രീഡം ഉള്ളതല്ലേ. UAE പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോ ഇറാനിൽ ഒരു മോഡേണൈസേഷൻ വരണമെങ്കിൽ നല്ലതാണ്. ഞാൻ ഇസ്രായേലിൽ പോയപ്പോ ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് 9 പേരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരാൾ ഞാനായിരുന്നു ആദ്യ ഘട്ടത്തിലെ യുദ്ധത്തിന് സമയത്ത്. അപ്പോ ഇറാനില് നമ്മുടെ പഴയ റാസ പെഹൽവി അടക്കം പഴയ ഷായെ പിന്തുണയ്ക്കുന്നവർ കണ്ടു. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അവർക്കൊക്കെ കുറച്ചുകൂടെ റീസണബിൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്. ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ അവിടെ ഈ റാസ പെഹൽവിയുടെ ആൾക്കാരുണ്ടായിരുന്നു, അവരെ കണ്ടിരുന്നു.
അപ്പോ ഇറാനില് ഇസ്ലാമിക് ഭരണകൂടമാണ് ഇന്ന് ഇപ്പൊ സംഭവിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭരണകൂടത്തോട് വലിയൊരു ശതമാനം ജനങ്ങൾക്കും ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ആ ടോമാഹോക്ക് മിസൈലുകൾ 165 പെൺകുട്ടികളെ കൊന്നതിന് ശേഷം, വൺ സൈഡഡ് അറ്റാക്കിന് ശേഷം ഇപ്പോ കുറെ കൂടെ ഹാർട്ട് ലൈനായി ഇസ്ലാമിക ഭരണകൂടം മാറി. കുറെ കൂടെ അവിടത്തെ എല്ലാരെയും കൺസോൾട്ടേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. കാര്യം ഇറാന്റെ ആത്മാഭിമാനത്തെയാണ് തൊട്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ എന്ന രാജ്യത്തിന്റെ പേര് പോലും നമ്മളുമായിട്ട് ബന്ധമുണ്ട്. ആര്യാനം എന്നാണ് ഇറാന്റെ പേര്. ആര്യന്മാരുടെ സ്ഥലം എന്ന അർത്ഥത്തിലുള്ള ആര്യൻ ആണ് ഇറാനായി മാറുന്നത്. നമ്മളുമായി 10,000 വർഷത്തെ ചരിത്രമുണ്ട്, സൊറാസ്ട്രിയന്മാരും നമ്മളും പാർസികളും ഒക്കെ ആയിട്ട്. അപ്പോ ആ രാജ്യത്തിന് എത്രയും പെട്ടെന്ന് നന്മ വരട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ഇസ്രായേലിന്റെ എന്താ പറയുക, ഇൻസെക്യൂരിറ്റികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൺസിഡർ ചെയ്യണം. അതോടൊപ്പം ഇറാനും സമാധാനം വേണം. എങ്ങനെങ്കിലും ഈ യുദ്ധം ഒന്ന് തീരണം എന്നുള്ളതാണ് പ്രാർത്ഥന. അതെ, തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്. നമ്മൾ കഴിഞ്ഞ 8 ആഴ്ചയായിട്ട് ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ ആഴ്ചയും വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളിത് അടുത്ത ആഴ്ച ഇത് സംസാരിക്കാൻ ഇടവരരുതേ, അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരണമേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ തവണയും നമ്മളിത് നിർത്തുന്നത്. പക്ഷേ അതിന് സാധ്യമായിട്ടില്ല. ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളായ വ്യക്തിയാണെന്ന് നമ്മളെല്ലാം പറയുന്നു. അപ്പോൾ ഇന്ന് ഒരു ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ മാറ്റമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളിലും വാക്കുകളിലുമൊക്കെ ലോകത്തെ തന്നെ കുരുക്കിയിട്ടേക്ക് കാണുമെന്ന് നമുക്ക് തോന്നും. കാരണം സ്റ്റോക്ക് മാർക്കറ്റുകൾ, നിക്ഷേപകർ, ലോകമെമ്പാടുമുള്ള വിവിധ ബിസിനസ്സുകൾ, ഇതൊക്കെ ട്രംപിന്റെ ഈ ട്രൂത്ത് സോഷ്യലിലും വാക്കുകളിലും ഒക്കെ കുരുങ്ങിക്കിടക്കുമ്പോൾ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ ഒരു പോസിബിലിറ്റി? ക്രിസ്റ്റീന, നമ്മള് ട്രംപിന്റെ ഒരു പ്രത്യേക ഈ സ്വഭാവ സവിശേഷതകളെ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ആ അൺപ്രഡിക്റ്റബിലിറ്റിയിൽ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പുള്ളി എപ്പോഴും സംസാരിക്കുന്ന ഒരു പോംപസ് ടോണിലാണ്. ഇപ്പോഴും പറയുന്നത് വി ആർ വർക്കിംഗ് ടുവേർഡ്സ് നെഗോസിയേഷൻ വെരി വെൽ. ആ ഒരു ഫ്ലവറി റെട്ടോറിക്കിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഒരു ബിസിനസ്മാന്റെ ഒരു ചാതുര്യം അതെപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ മുമ്പിലോട്ട് എന്ത് പോകുമെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഒരു മിഡ് ടേം ഇവിടെ ലൂം ചെയ്ത് നിൽക്കുന്ന കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വാർ ഫെയർ ആയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. അതും പ്രത്യേകിച്ചും അമേരിക്കയിലെ സോൾജേഴ്സിനെ ഓൺ ദ ഫുട്ട് ഗ്രൗണ്ടിൽ ഇറക്കുമ്പോൾ അപ്പോഴാണ് ദ റിയൽ മെസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ചിട്ട് നിർഭാഗ്യകരമെന്ന് നമ്മൾ പറയേണ്ടി വരും. ഓരോ മരണത്തെയും 13 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. പക്ഷെ ഗ്രൗണ്ട് വാർഫെയർ വരുമ്പോൾ ആ നമ്പേഴ്സ് ഒക്കെ മാറും. അത് ദ സിറ്റുവേഷൻ വിൽ ടേൺ ഗ്രേവ്. പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രഷർ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ മിഡ് ടേം ഇലക്ഷൻസ് മുന്നോട്ട് വരുന്ന കാരണം നവംബറിൽ. പിന്നെ എനിക്കിവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടുത്ത് ഒരു പരാമർശം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ത്യയിലെ നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം ചീത്ത വിളിച്ച് നടക്കുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ലോകത്തെ കുലുക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു അശാന്തി ഇല്ലെങ്കിൽ കാർമേഘങ്ങള് ഭൂമി ലോകമാകെ വന്ന ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റുവിനെ ലോകം ആദരിച്ച രീതി ഭാരതീയരെന്നുള്ള നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളേണ്ടതാണ്. ഈ വിശ്വഗുരു എന്ന് സ്വയം അഭിമാനിക്കുന്ന നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ക്രഞ്ച് സിറ്റുവേഷൻ വരുമ്പോൾ ഈ ജയശങ്കറിനും നരേന്ദ്രമോദിക്കും ഒന്നും ആ ഒരു ലെവലിലോട്ട് ഉയരാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഈ ട്രംപിനെ കൂട്ടിച്ചേർത്ത് പറയുന്ന പോലെ ഈ എംടി ആൻഡ് ഹോളോ റിട്ടോറിക്സിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കാര്യത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ആളുടെ ക്യാരക്ടറും പ്രോമിനൻസും ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റിയൽ വാല്യൂം നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വെൻ ദ വേൾഡ് നീഡഡ് സംബഡി ടു സ്റ്റാൻഡ് അപ്പ്, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, വി ഹവ് ഫോളൻ ഷോർട്ട് അൺഫോർച്ചുനേറ്റ്ലി. അത് ശശി തരൂർജി പറഞ്ഞ പോലെ മീൻസ് ഇന്ത്യ ഷുഡ് ടേക്ക് എ കാൽക്കുലേറ്റഡ് അപ്രോച്ച്. ഇറാറ്റിക് ആൻഡ് റെക്ലെസ് അപ്രോച്ച് അല്ല വേണ്ടത്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇന്ത്യ വാസ് ഫൗണ്ട് ലിറ്റിൽ ബിറ്റ് വാണ്ടിങ്. എവിടെയോ എന്തോ പെശക് സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. പിന്നെ നോബഡി ഈസ് എ വിന്നർ ഇൻ എ വാർ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കാലയവനയ്ക്ക് മീൻസ് പുറയിലോട്ട് കണ്ണുപിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി 1959 സൂയിസ് കനാലിൽ ഇതുപോലെ ഇപ്പോൾ ട്രേറ്റ് ഓഫ് ഹോർമുസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു കോലാഹലങ്ങൾ 1959 അന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ എതിരെ UK-യും ഫ്രാൻസും കലാപക്കൊടിയായിട്ട് എത്തിയപ്പോൾ അന്ന് നാണം കെട്ടി പിന്നോട്ട് പോണ്ടി വന്നു. അതുപോലെ ഇത് ദിസ് കുഡ് ബി എ വാട്ടർലൂ. ഇത് എനിക്ക് തോന്നുന്നില്ല ആവശ്യത്തിന് ഒരു പ്രിപ്പറേഷനോ കാൽക്കുലേഷനോ ചെയ്തിട്ടുണ്ടെന്ന്.
അതെ, അത് തന്നെയാണ് നമ്മുടെയും സംശയം. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ഇതിന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നോ? കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത്, കാരണം അത്തരത്തിലൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണല്ലോ ഒറ്റയടിക്ക് ഒരു രാഷ്ട്രത്തിൽ നിന്ന് അത്രയധികം പേരെ നേതൃസ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ അവർക്ക് തയ്യാറായത്. പക്ഷേ എന്നാൽ പോലും ശ്രീ UN നസീർ, ഇറാൻ വെനസ്വേലയല്ല എന്നൊരു മുന്നറിയിപ്പും കൂടെ ട്രംപിന് നൽകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇറാൻ വെനിസ്വേല അല്ല എന്നുള്ള ട്രംപ് ഒരു മുന്നറിയിപ്പാണല്ലോ യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സമയത്ത് ഇവിടെ ഇതാണ് ഇന്നലത്തെയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാമല്ലോ. ഹോർമുസ് കടലിടുക്ക് അവരടക്കുന്നു, ഇവർ തുറക്കുന്നു, അവരടക്കുന്നു, ഇവർ തുറക്കുന്നു. കാരണം പല നിലക്കും സാമം വേദം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ട്രംപ് പല നിലക്കും ഭീഷണിപ്പെടുത്തി നോക്കി, ചട്ടം ചെയ്തു നോക്കി, എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. പക്ഷേ ഇറാനിലെ കടുംപിടുത്തുള്ള ഭരണാധികാരികൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരും തിരിച്ചടിക്കുന്നുണ്ട്. അവർ തിരിച്ചടി കുറച്ച് ആവശ്യമില്ലാതെ പശ്ചിമേഷ്യയിലെ ബാക്കി GCC രാജ്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്കും ഇതിൽ സുപ്രധാനമായിട്ട് റോൾ ഉണ്ടായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഇന്ത്യ ഒരു നോക്കുകുത്തിയായിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയൊരു കാര്യമുണ്ട്. കാരണം ഇതില് ഡൊണാൾഡ് ട്രംപിന്റെ പിന്നിൽ എന്തോ ഒരു വിഷയമുണ്ട്. ഈ യുദ്ധത്തിന്റെ കാരണം ഇതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണോ അല്ലെങ്കിൽ റിജീം ചേഞ്ച് ഒന്നുമല്ല, മറ്റെന്തോ കാരണങ്ങളാണ് എന്നാണ് പിന്നാമ്പുറ സംസാരം. അതുപോലെ നമ്മുടെ ഇന്ത്യക്ക് എന്ത് പറ്റി? ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രി മോഡിയും ട്രംപും മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ താരിഫും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞതും. ഇതിപ്പോഴുള്ള ചർച്ചയിൽ അവർ തമ്മിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇന്ത്യ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഇന്ത്യ അതിൽ മുൻകൈ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കാലാകാലം ചരിത്രത്തിൽ അഭിമാനിക്കാമായിരുന്നു. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് വേറെ ബിസിനസ് വേറെ എന്നായിരിക്കാം ഒരുപക്ഷെ ട്രംപിന്റെ ഒരു വാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരു സന്ദേഹം ഉണ്ടാകും. കാരണം ഇന്ത്യ അങ്ങനെ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ചേരിചേരാ നയത്തിൽ നിന്ന് മാറി പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ മേശ ഒരുക്കാനോ ഒക്കെ സമയമായോ എന്നൊരു സന്ദേഹത്തിൽ നിൽക്കുകയായിരിക്കും. നമുക്കറിയില്ല. ഏതായാലും വളരെ ഇഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് ഇടപെടാവുന്ന ഒരു ചർച്ചയായിരുന്നു ഇത് എന്ന് പൊതുവായ വിലയിരുത്തലുമുണ്ട്. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ജിനേഷ് തമ്പിയാൻ, ശ്രീ UN നസീർ. സമയ പരിമിതി പോലെ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ വളരെ രസകരമായി യുദ്ധത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്ത് യുദ്ധം ഇല്ലാതാകണമെങ്കിൽ സ്ത്രീ, പുരുഷ, ജാതി, മത ഭേദമന്യേ സർവർക്കും പരമരസികൻ വരട്ടുചൊറി വരണം. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനപൂർണ്ണമായ ഒരു ആനന്ദം വേറെ ഇല്ലെന്നാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കാണുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ആ ഒരു രസകരമായ കാര്യം കൂടി ഓർത്തു പോവുകയാണ്. അടുത്ത ആഴ്ചയെങ്കിലും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയട്ടെ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.